ഈ പ്രശസ്ത ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി ഇപ്പോൾ KM ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, എപ്പോഴായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്? മറ്റു വിശദാംശങ്ങൾ കൂടി. അജിംഷാദ്, ഇന്ന് രാവിലെയാണ് ആനന്ദക്കുട്ടൻ അന്തരിച്ചത്. ഇദ്ദേഹം അർബുദ ബാധിതനായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ശ്വാസതടസ്സം ഉണ്ടാവുകയും ഉടൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. എന്നാൽ ആശുപത്രി എത്തുന്നതിന് മുൻപേ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മരണസമയത്ത് അടുത്ത ബന്ധുക്കളും സിബിമലയിൽ ഉൾപ്പെടെ ഉള്ള ചലച്ചിത്ര പ്രവർത്തകരും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ നിന്നും ഇളംകുളത്തുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 1954 കൊച്ചിയിൽ ജനിച്ച ആനന്ദക്കുട്ടൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഛായാഗ്രഹണം പഠിക്കാൻ ചെന്നൈയിലേക്കാണ് പോയത്. ഇതിനുശേഷം 1977 പുറത്തിറങ്ങിയ മനസ്സിൽ ഒരു മയിൽ എന്ന ചിത്രത്തിനാണ് ആനന്ദക്കുട്ടൻ ആദ്യമായി ക്യാമറ ചലിപ്പിച്ചത്. പിന്നീട് അപ്പുണ്ണി, ഭരതം, സദയം, ഹിസൈനസ് അബ്ദുള്ള തുടങ്ങി 150ഓളം ഹിറ്റ് ചിത്രങ്ങളിൽ ക്യാമറാമാൻ ആയിരുന്നു ആനന്ദക്കുട്ടൻ. തമിഴ്നാട് സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ആനന്ദക്കുട്ടന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസ്കാരം സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നാളെ ആയിരിക്കും സംസ്കാരം എന്ന് പറയുന്നു. കൂടുതൽ അദ്ദേഹത്തിന്റെ അമ്മാവന്മാർ ഉൾപ്പെടെയുള്ളവർ എത്തിയതിനു ശേഷമാണ് അത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അജിംഷാദ്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.